മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവില് എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് അഥവാ BOQ. പ്രൊജക്റ്റിലുള്ള കോസ്റ്റും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് അല്ലാതെ ബിൽ ഓഫ് മെറ്റീരിയൽസിന്റെ ഉള്ളിലായിരിക്കും. ബിൽ ഓഫ് മെറ്റീരിയൽ സാധാരണ എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിലൊക്കെ ആയിരിക്കും അത് ലോഡ് ചെയ്ത് വെക്കുക മെറ്റീരിയൽസ് ഒക്കെ. ബിൽ ഓഫ് മെറ്റീരിയൽസ് റീഡ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊജക്ടിന്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും പ്രൊജക്റ്റിലെ കോസ്റ്റ് എവിടേക്കാണ് കൂടുതൽ വന്നത് എവിടേക്കാണ് കുറവ് വന്നതെന്ന് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മെറ്റീരിയൽ ടേക്ക് ഓഫ്. മെറ്റീരിയൽ കുറെ അധികം മെറ്റീരിയൽസ് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൽ ഉണ്ടായിരിക്കും. ഈ പ്രൊജക്ടിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽസ് നോക്കിയാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. ബിൽ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ചെയ്ത് നമുക്കറിയാം ഏതൊക്കെ വർക്ക് ഏതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏതൊക്കെ ആക്ടിവിറ്റീസ് നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതനുസരിച്ചിട്ട് നമുക്ക് ഒരു പ്രൊജക്ടിന്റെ ഫുൾ ഒരു പ്ലാനിങ് സ്കെഡ്യൂളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനും അത് റീഡ് ചെയ്യാനും എക്സ്പെഷ്യലി പ്രൊജക്ട് മാനേജ്മെന്റ്